അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിട്ട് നടന്നിട്ടുള്ള ധാരാളം സഹാബാക്കളെക്കുറിച്ച് അറിയാമായിരിക്കും അല്ലേ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബിൽ വഖാസ് റളിയല്ലാഹു അൻഹു പോലത്തെ എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം സഹാബാക്കളെക്കുറിച്ച് നമുക്കറിയാം അല്ലേ? അവരെല്ലാവരും ജീവിതത്തിൽ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഈ ലോകം പടക്കാൻ തന്നെ കാരണക്കാരായിട്ടുള്ള ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടുന്ന് പറയുന്ന വാക്യങ്ങളും അധ്യാപനങ്ങളും നേരിട്ട് തന്നെ കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാൻ, സേവനങ്ങൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരുമാണ് അല്ലേ? നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു ഭാഗ്യം ആഖിറത്തിൽ വെച്ചെങ്കിലും നൽകുമാറാവട്ടെ. ആഖിറത്തിൽ വെച്ചിട്ട് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അനുചരന്മാരുടെയും കൂടെ സഹാബാക്കളുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നാം ഏവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഓക്കെ, ഏതായാലും നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മളിപ്പോൾ ഹദീസ് പാരായണം ചെയ്യാറുണ്ട് ധാരാളം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഏതായാലും അധിക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിത്വത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലേ? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് നമ്മളുടെ കൂട്ടത്തിൽ നിന്നും കേൾക്കാത്തവരാരും ഉണ്ടാകില്ല അല്ലേ? അത്രത്തോളം പ്രശസ്തനായിട്ടുള്ള സഹാബി വര്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രത്യേകത കൂടി മഹാനവറുകൾക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ ബഹുഭൂരിഭാഗവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് സ്വത്തോ സമ്പത്തോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട, എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം എന്നും കഴിയുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് കൈപ്പറ്റുകയും ചെയ്തുകൊണ്ട് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ ബർക്കത്ത് തേടിക്കൊണ്ട് നിന്നവരായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓക്കെ, നമ്മൾ അഹ്ലു സുഫ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. അഹ്ലു സുഫ എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ അവിടുത്തെ അധ്യാപനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം മറ്റൊരു പണിയുമില്ലാതെ ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവനത്തിനായി അവിടുത്തെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വറ്റം സഹാബാക്കളെ കുറിച്ചാണ് നമ്മൾ അഹ്ലു സുഫ എന്ന് പറയാറുള്ളത്. ഓക്കെ, അവരിൽപ്പെട്ട ഒരു പ്രധാനിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ധാരാളം ഹദീസുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അവയെല്ലാം കാണാതെ പഠിക്കുവാനും അവിടുന്ന് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഒരു ചരിത്രമൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലേ? അവിടുന്ന് വിശപ്പടക്കാൻ കഴിയാതെ, തീരെ സമ്പത്തോ അല്ലെങ്കിൽ സ്വത്തോ ഒന്നുമില്ലാതെ, ഒന്നും ഭക്ഷിക്കാനില്ലാതെ മദീനയിലുള്ള തെരുവുകളിൽ ബോധം കെട്ട് കിടക്കുന്നവരായിട്ടൊക്കെ ധാരാളം സഹാബാക്കൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, അത്രത്തോളം പാവപ്പെട്ടവരായിട്ട് ഭക്ഷിക്കാനോ എന്നുള്ളതുപോലെ വസിക്കാനോ ഒരിടമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി സ്വന്തം വീടായിട്ട് കാണുകയും സദാസമയം ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും എന്നുള്ളതുപോലെ നബി തങ്ങൾ എന്തെങ്കിലും നൽകിയാൽ അത് ഭക്ഷിക്കുകയും ചെയ്ത് വിശപ്പടക്കുകയും ചെയ്തിരുന്ന
ഒരു പറ്റം സഹാബാക്കളിൽ പ്രധാനിയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഓക്കെ, ഏതായാലും ആ ഒരു സഹാബിയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. الدرس التاسع 9ാമത്തെ പാഠം. ഓക്കെ, ലغتي العربية എന്നുള്ള പുസ്തകത്തിലെ 9ാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. മീറാസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, മീറാസുൻ എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത് എന്നാണ് അർത്ഥം. ഓക്കെ, അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്തിനെ കുറിച്ചാണ് നമ്മൾ അനന്തര സ്വത്ത് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ദുനിയാവിൽ വെച്ച് നേടിയിട്ടുള്ള ഒരു സമ്പത്ത് പോലും അയാൾക്ക് ഖബറിൽ കൊണ്ടുപോകാൻ, ഉഖറവിയായ ജീവിതത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കഴിയൂല. എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആണ് ഒരാൾ മരിച്ചു പോകുന്നത്. ഓക്കെ, ഏതായാലും അവൻ ഉപേക്ഷിച്ചിട്ടുള്ള സ്വത്തെല്ലാം പിന്നീട് അനന്തര സ്വത്തായിട്ട് അവൻ്റെ കൂട്ടുകുടുംബങ്ങൾ എടുക്കുന്നതാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സ്വത്തിനെ കുറിച്ചാണ് നമ്മൾ മീറാസ് എന്ന് പറയുന്നത്, അനന്തര സ്വത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഏതായാലും മീറാസു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് എന്നതാണ് ഈ പാഠത്തിൻ്റെ അർത്ഥം. ഓക്കെ, ഏതായാലും അതുമായി ബന്ധപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെയുള്ള ഒരു കഥയാണ്, ഒരു ചരിത്ര സംഭവമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യം നമുക്ക് ആദ്യത്തെ 2 വരി ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ലാ റൈബ ഫി അന്നക തഅരിഫു ഹാദൻ നജ്മൽ മുതഅല്ലിഖ മിൻ സഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹൽ ഫി ഉമ്മത്തിൽ ഇസ്ലാമി അഹദുൻ ലാ യഅരിഫു അബാ ഹുറൈറ. ഓക്കെ, ഒന്ന് നോക്കാം. ലാ റൈബ, സംശയമേ ഇല്ല. റൈബുൻ എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ് അർത്ഥം. ലാ റൈബ എന്ന് പറഞ്ഞാൽ സംശയമേ ഇല്ല. ഏത് വിഷയത്തിൽ സംശയമില്ല? ഫി അന്നക തഅരിഫു ഹാദൻ നജ്മൽ മുതഅല്ലിഖ്. ഓക്കെ, ഫി അന്നക, നീ ആണ് എന്നുള്ള വിഷയത്തിൽ, തഅരിഫു നിനക്കറിയാം, ഹാദൻ നജ്മ ഈ നക്ഷത്രത്തെ, അൽ മുതഅല്ലിഖ പ്രകാശിക്കുന്ന നക്ഷത്രത്തെ, മിൻ സഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ നിന്നും. ഒന്നുകൂടെ നോക്കാം. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ് അർത്ഥം. തഅരിഫു നിനക്കറിയാം. ഓക്കെ, നജ്മുൻ എന്നാൽ നക്ഷത്രം എന്നാണ്. തഅല്ലഖ എന്നാൽ വെട്ടിത്തിളങ്ങി, പ്രകാശിച്ചു എന്നൊക്കെയാണ് അർത്ഥം. മുതഅല്ലിഖ് എന്ന് പറഞ്ഞാലോ പ്രകാശിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ലാ റൈബ സംശയമേ ഇല്ല, ഫി അന്നക തഅരിഫു നിനക്ക് അറിയാം എന്നുള്ള കാര്യത്തിൽ. എന്തറിയാമെന്ന്? ഹാദൻ നജ്മൽ മുതഅല്ലിഖ ഈ പ്രകാശിച്ച് നിൽക്കുന്ന നക്ഷത്രത്തെ നിനക്കറിയാം എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവുമില്ല. മിൻ സഹാബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ നിന്നും. ഓക്കെ, അപ്പോൾ സഹാബാക്കളിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന ഈ നക്ഷത്രത്തെ നിനക്ക് അറിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം എന്താ? വഹൽ ഫി ഉമ്മത്തിൽ ഇസ്ലാമി അഹദുൻ ലാ യഅരിഫു അബാ ഹുറൈറത. ഓക്കെ, ആ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമാണ്. വഹൽ ഉണ്ടോ, ഫി ഉമ്മത്തിൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ സമുദായത്തിലുണ്ടോ, അതായത് മുസ്ലിമീങ്ങളിൽ ഉണ്ടോ, അഹദുൻ ഒരാളെങ്കിലും ഉണ്ടോ, ലാ യഅരിഫു അബാ ഹുറൈറത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത. ഓക്കെ, അറഫ എന്നാൽ അറിഞ്ഞു, യഅരിഫു അറിയും, ലാ യഅരിഫു അറിയുകയില്ല. അപ്പോൾ വഹൽ ഫി ഉമ്മത്തിൽ ഇസ്ലാമി ഇസ്ലാമിക സമൂഹത്തിലുണ്ടോ, അഹദുൻ ആരെങ്കിലുമുണ്ടോ, ലാ യഅരിഫു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരായിട്ട്. അപ്പോൾ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു ചോദ്യം കിതാബിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയാണ് അബൂ ഹുറൈറ തങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇൻഖതഅ അസ്സഹാബിയ്യു ലിഖിദ്മതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസുഹ്ബതിഹി ഫത്തഖദൽ മസ്ജിദ മഖാമൻ വന്നബിയ്യ മുഅല്ലിമൻ വഇമാമൻ. ഓക്കെ, ഇൻഖതഅ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു വീണു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇൻഖതഅ അസ്സഹാബിയ്യു ഈ സഹാബി വര്യൻ മുറിഞ്ഞു വീണു, ലിഖിദ്മതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടി. ഖദമ എന്നാൽ സേവനം ചെയ്തു, ഖിദ്മത്തുൻ എന്നാൽ സേവനം ചെയ്യൽ.
ഓക്കെ, അപ്പോൾ നബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സഹാബി വര്യൻ മുറിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇൻഖത എന്നാൽ ശരിക്കുള്ള അർത്ഥം മുറിഞ്ഞു വീണു, ഇവിടെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, ലിഖിദ്മത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുഹബത്തിഹി. സുഹബത്തുൻ എന്ന് പറഞ്ഞാൽ സഹവാസം എന്നാണ് അർത്ഥം. വസുഹബത്തിഹി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹവാസത്തിന് വേണ്ടിയിട്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ സഹാബി സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ഫത്തഖദൽ മസ്ജിദ മഖാമൻ. ഇത്തഖദ എന്നാൽ ആക്കി, തെരഞ്ഞെടുത്തു എന്നൊക്കെയാണ് അർത്ഥം. ഫത്തഖദ അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുത്തു, ആക്കി, അൽ മസ്ജിദ പള്ളിയെ ആക്കി, മഖാമൻ താമസ സ്ഥലമാക്കി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂ ഹുറൈറ തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കൂര പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് പള്ളിയെ മഖാമാക്കിയിരുന്നത്, താമസ സ്ഥലമാക്കിയിരുന്നത് എന്നുള്ളതുപോലെ വന്നബിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്തു മുഅല്ലിമൻ ഒരു അധ്യാപകനായിട്ടും വ ഇമാമൻ നേതാവായിട്ടും. ഓക്കെ, ഇമാമുൻ എന്നാൽ നേതാവ്, മാതൃക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ താമസ സ്ഥലം എവിടെയാ? അത് പള്ളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏക അധ്യാപകനും മാതൃകയും അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് വഖദ് അഹബ്ബ അബൂ ഹുറൈറത റസൂല സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ഹുബ്ബൻ ഖാലത ലഹ്മഹു വദമഹു. ഓക്കെ, വഖദ് തീർച്ചയായിട്ടും അഹബ്ബ അബൂ ഹുറൈറത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടു അർ റസൂല സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഓക്കെ, സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ഒരു തരത്തിലുള്ള സ്വലാത്താണ്. സ്വലവാത്തുല്ലാഹി അള്ളാഹുവിൻ്റെ ഗുണങ്ങളും വസലാമുഹു അള്ളാഹുവിൻ്റെ രക്ഷയും അലൈഹി നബി തങ്ങളുടെ മേലിൽ ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഇഷ്ടപ്പെട്ടു. ഹുബ്ബൻ വല്ലാത്ത ഒരു ഇഷ്ടം. ഓക്കെ, ഹുബ്ബുൻ എന്നാൽ ഇഷ്ടം എന്നാണ്. അഹബ്ബ ഹുബ്ബൻ എന്ന് പറഞ്ഞാലോ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എങ്ങനത്തെ ഇഷ്ടമാണത്? ഖാലത്ത ലഹ്മഹു വദമഹു. ഖാലത്ത എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നു എന്നാണ് അർത്ഥം. ഖാലത്ത ആ ഇഷ്ടം കൂടിച്ചേർന്നു. ലഹ്മഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇറച്ചിയോടും വദമഹു അദ്ദേഹത്തിൻ്റെ ചോരയോടും. ലഹ്മുൻ എന്നാൽ ഇറച്ചി, ദമുൻ എന്നാൽ ചോര. ഓക്കെ, അപ്പോൾ അബൂ ഹുറൈറ തങ്ങളുടെ ചോരയോടും ഇറച്ചിയോടും കൂടിച്ചേർന്ന ഒരു സ്നേഹമായിരുന്നു അവിടുന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ഏത് ഭാഗം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രഹരം വരികയാണ് എങ്കിൽ അതെല്ലാം സ്വന്തം ശരീരം കൊണ്ട് തടുക്കുവാനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ഇഷ്ടമായിരുന്നുവെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മൾ ധാരാളം സഹാബാക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പ്രധാനമായിട്ടും ഉഹദ് യുദ്ധത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് വരുന്ന അമ്പിനെ വരെ നബി തങ്ങളുടെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നെഞ്ചി വിരിച്ചുകൊണ്ട് ആ അമ്പിനെ സ്വന്തം ശരീരത്തിൽ തറപ്പിച്ച ധാരാളം സഹാബാക്കളുണ്ട്. ഓക്കെ, അത്രത്തോളം സ്വന്തം ശരീരത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരായിരുന്നു അവരെല്ലാം. ഇങ്ങനെ തന്നെയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചോരയോടും ശരീരത്തിലുള്ള ഇറച്ചിയോടും കൂടിച്ചേർന്ന ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടെന്ന് ഇവിടെ എടുത്തു പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫകാന ലാ യഷ്ബഉ മിനൻ നളിരി ഇലൈഹി. ഓക്കെ, ശബിഅ യഷ്ബഉ എന്ന് പറഞ്ഞാൽ വയറ് നിറച്ചു എന്നാണ് ശരിക്കുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഫകാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു ലാ യഷ്ബഉ വയറ് നിറക്കാറുണ്ടായിരുന്നില്ല. ഓക്കെ, മിനൻ നളിരി ഇലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്നും. ഓക്കെ, സാധാരണഗതിയിൽ വയറ് നിറച്ചു എന്നുള്ളത് മതിയാക്കി എന്നുള്ള ഒരു ആശയത്തിനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഫകാന
അബൂ ഹുറൈറ തങ്ങളായിരുന്നു ലാ യശ്ബഉ മതിയാക്കാറുണ്ടായിരുന്നില്ല മിനൻ നദരി ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്നും. ഓക്കെ, അതായത് എപ്പോഴൊക്കെയാണോ ഒഴിവ് കിട്ടുന്നത് അപ്പോഴെല്ലാം നബി തങ്ങളുടെ ആ പൂമുഖം കാണാനായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമയം ചെലവഴിച്ചിരുന്നത്. ഓക്കെ, എന്ന് മാത്രമല്ല അത് വലിയ ഒരു അനുഗ്രഹമാണല്ലോ, നമുക്കൊന്നും തീരെ ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണ് നബി തങ്ങളെ ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ. ഒരിക്കലെങ്കിലും ആ നബി തങ്ങളുടെ പൂമുഖം സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഏതായാലും ആ ഒരു അനുഗ്രഹത്തിൻ്റെ മേൽ വകാന യഹ്മദുല്ലാഹ തബാറക വ തആല അലാ സുഹ്ബതി നബിയിഹി വത്തിബാഇ ദീനിഹി. വകാന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആയിരുന്നു യഹ്മദുല്ലാഹ അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. ഹമീദ എന്നാൽ സ്തുതിച്ചു, യഹ്മദു സ്തുതിക്കും. അപ്പോൾ വകാന യഹ്മദുല്ലാഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. തബാറക വ തആല, തബാറക എന്നാൽ അല്ലാഹു തആല പരിശുദ്ധനായിരിക്കുന്നു, വ തആല ഉന്നതിയിലെത്തിയിരിക്കുന്നു. അപ്പോൾ അല്ലാഹ തബാറക വ തആല, അല്ലാഹുവിനുള്ള രണ്ട് വിശേഷണങ്ങളാണ് തബാറക വ തആല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. അലാ സുഹ്ബതി നബിയിഹി വത്തിബാഇ ദീനിഹി. സുഹ്ബതി എന്നാൽ സഹവാസം, നബിയിഹി അല്ലാഹുവിൻ്റെ നബിയോടുള്ള, അപ്പോൾ അല്ലാഹുവിൻ്റെ നബിയോടുള്ള ആ സഹവാസത്തിൻ്റെ മേൽ, അതായത് അല്ലാഹു തആല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുള്ള ആ ഒരു അനുഗ്രഹത്തിൻ്റെ മേൽ അവിടുന്ന് എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു. വത്തിബാഇ ദീനിഹി എന്നുള്ളതുപോലെ ആ നബിയുടെ ദീൻ, ആ നബിയുടെ മതത്തെ പിന്തുടരുന്നതിൻ്റെ മേലിലും അള്ളാഹു തആലയെ അവിടുന്ന് നന്നായിട്ട് സ്തുതിക്കാറുണ്ടായിരുന്നു. ഇത്തബഅ എന്നാൽ പിന്തുടർന്നു എന്നാണ് അർത്ഥം, ഇത്തിബാഉ എന്നാൽ പിന്തുടരൽ. അപ്പോൾ നബിയുടെ ദീന് തന്നെ പിന്തുടരാനുള്ള ഭാഗ്യം ലഭിച്ചതിനാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ നന്നായിട്ട് സ്തുതിച്ചിരുന്നുവെന്നർത്ഥം. ഓക്കെ, ആ ഒരു അനുഗ്രഹം കിട്ടാതെ ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ നാടുകളിലുണ്ട്, ലോകത്തുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ. അവരെയെല്ലാം പരമാവധി ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് പിടിച്ചു കൊണ്ടുവരാൻ നാം ഏവർക്കും കഴിയേണ്ടതുണ്ട് അല്ലേ. ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിട്ടായിരിക്കാം അവർ മറ്റുള്ള മതങ്ങളിലൊക്കെ ചെന്നു പോയിട്ടുള്ളത്. ഇസ്ലാമിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിൽ, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ദൂരം വളരെ കുറവായിരിക്കും. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകളെയും നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇസ്ലാമിനെ വിമർശിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്, ഇതാണ് യഥാർത്ഥ മതമെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഏതായാലും നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം അത് എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ്. അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് അറിയിച്ചു കൊടുക്കലാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്നിട്ട് അറിഞ്ഞതിന് ശേഷം അവർ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം ദീനിൽ തന്നെ പിന്തുടരാം, കുഴപ്പമില്ല. പക്ഷേ എങ്കിലും നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അത് അവർക്കും നമുക്കും ഒരുപോലെ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഏതായാലും ആ ഒരു ഭാഗ്യം നമ്മളും മുസ്ലിമായി എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ പേരിൽ നമ്മളും അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി അടുത്തത് വകമാ ഊലിഅ അബൂ ഹുറൈറത ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഊലിഅ ബിൽ ഇൽമി വജഅലഹു ദൈദനഹു വഗായത മാ യതമന്നാഹു. ഓക്കെ, ഊലിഅ എന്ന് പറഞ്ഞാൽ മുഴുകി എന്നാണ് അർത്ഥം. ഓക്കെ, വകമാ ഊലിഅ മുഴുകിയതുപോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഴുകിയതുപോലെ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. അപ്പോൾ നബി തങ്ങളോടൊപ്പം എപ്പോഴും ഇടകിച്ചേർന്നുകൊണ്ട് അവിടത്തോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുഴുകി നിന്നതുപോലെ ഫഖദ് ഊലിഅ ബിൽ ഇൽമി
അവിടുന്ന് ഊലിഅ മുഴുകിയിരിക്കുന്നു, ബിൽ ഇൽമി അറിവുകൊണ്ടും. അപ്പോൾ വിജ്ഞാനം നേടിയെടുക്കാനും അദ്ദേഹം സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിരുന്നു, താൻ നന്നായിട്ട് മുഴുകിയിരുന്നിരുന്നു എന്ന് മാത്രമല്ല, വജഅലഹു ആ അറിവിനെ അവിടുന്ന് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ദൈദനഹു, ദൈദനുൻ എന്ന് പറഞ്ഞാൽ ജീവിത രീതി എന്നാണ് അർത്ഥം. അപ്പോൾ വജഅലഹു ആ അറിവിനെ ആക്കിയിട്ടുണ്ട്, ദൈദനഹു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയാക്കിയിട്ടുണ്ട്. വഗായതമായ തമന്നാഹു, ഗായത്തുൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം. ഓക്കെ, യതമന്ന എന്നാൽ നമുക്കറിയാവുന്നതാണ് ആഗ്രഹിക്കുന്നുവെന്നാണ് അർത്ഥം. അപ്പോൾ വഗായതമായ തമന്നാഹു അവിടുന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് അവിടുന്ന് കണ്ടിരുന്നത് അറിവിനെയായിരുന്നു, വിജ്ഞാനത്തെയായിരുന്നു. ഓക്കെ, നമ്മളേവരും നമ്മുടെ കോളേജിലേക്ക് പഠിക്കാൻ വന്നിട്ടുള്ളതും അറിവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. കൂടുതൽ അല്ലാഹു തആല അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള ഓരോ കാരണങ്ങളായിട്ടാണ് നമ്മൾ കോളേജിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിക്കുന്നു, ആ വഴിയിൽ പ്രവേശിച്ചിട്ട് അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അറിവ് നേടണം എന്നുള്ളതാണ് എങ്കിൽ അല്ലാഹു തആല അവന് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അറിവും അങ്ങനെയുള്ളതാകാൻ, നമ്മൾ നമ്മുടെ കോളേജിലേക്ക് വന്നതെല്ലാം അല്ലാഹു തആല നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം തുറന്നു തരാനുള്ള കാരണമാക്കട്ടെ, ആമീൻ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. ഏതായാലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അങ്ങനെ തന്നെയായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് എത്രത്തോളം പ്രിയമുണ്ടായിരുന്നോ, അവിടുത്തോട് എത്രത്തോളം അവിടുന്ന് മുഴുകിയിരുന്നിരുന്നുവോ അത്രത്തോളം അവിടുന്ന് അറിവുമായിട്ടും വിജ്ഞാനവുമായിട്ടും മുഴുകിയിരുന്നിരുന്നു എന്ന് മാത്രമല്ല, അറിവ് നേടിയെടുക്കുക എന്നുള്ളതിനു വേണ്ടി സ്വന്തം ജീവിത രീതി തന്നെ അതാക്കിയിരുന്നു എന്നുള്ളതുപോലെ അവിടുന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം അത് അറിവ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അങ്ങനെ തന്നെയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളതും അല്ലേ. അതുകൊണ്ടാണ് ധാരാളം ഹദീസുകൾ നബിയിൽ നിന്നും കരസ്ഥമാക്കാനും അവയെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും അവിടുന്ന് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊന്നുകൂടി നോക്കാം. വകമാ അഹബ്ബ അബൂ ഹുറൈറത്തൽ ഇൽമ ലിനഫ്സിഹി ഫഖദ് അഹബ്ബഹു ലിഗൈരിഹി. ഓക്കെ, വകമാ അഹബ്ബ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതുപോലെ അൽ ഇൽമ അറിവിനെ, ലിനഫ്സിഹി സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ട് അറിവിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതുപോലെ ഫഖദ് അഹബ്ബഹു തീർച്ചയായിട്ടും അവിടുന്ന് ആ അറിവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലിഗൈരിഹി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും. ഓക്കെ, അപ്പോൾ സ്വന്തത്തിനും അറിവ് വേണം എന്നുള്ളതുപോലെ ഈ അറിവ് മറ്റുള്ളവർക്കും കൂടി ലഭിക്കണം എന്ന് വളരെയധികം ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതിനാലാണ് അവിടുന്ന് ധാരാളം ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അങ്ങനത്തെ ഒരു സംഭവമാണ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി അറിവ് ലഭിക്കണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടിരുന്നുവെന്നത് അറിയിക്കുന്ന ഒരു സംഭവമാണ് ഇനി പറയുന്നത്. ഓക്കെ, ഒന്ന് നോക്കാം. വമിൻ ദാലിക അന്നഹു മർറ ദാത യൗമിൻ ബിസൂഖിൽ മദീനത്തി ഫഅഫ്സഅഹു ഇൻശിഗാലു الناس بالدنيا واستغراقهم في البيع والشراء والأخذ والعطاء. ഓക്കെ, അപ്പോൾ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ചു. അവിടുന്ന് അറിവിന് വേണ്ടിയിട്ട്, വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കാൻ, അവിടുന്ന് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു. പ്രത്യേകിച്ച് ദുനിയാവ് നേടിയെടുക്കാനോ കാശ് സമ്പാദിക്കാനോ ഒന്നും അവിടുന്ന് ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, എന്നാൽ ഒരിക്കൽ അവിടുന്ന് അങ്ങാടിയിലേക്ക് പോവുകയുണ്ടായി. അതിനെക്കുറിച്ച് പറയുന്നത്. വമിൻ ദാലിക അതിൽപ്പെട്ടതാണ് എന്ത്, അന്നഹു തീർച്ചയായിട്ടും അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ നടന്നു നീങ്ങി, ദാത യൗമിൻ ഒരു ദിവസം അവിടുന്ന് നടന്നു നീങ്ങി, ബിസൂഖിൽ മദീനത്തി മദീനയിലെ അങ്ങാടിയിലൂടെ. സൂഖുൻ എന്നാൽ അങ്ങാടി, മദീനത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലമറിയാവുന്നതാണ്. അപ്പോൾ മദീനയിലെ അങ്ങാടിയിലൂടെ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങി. അപ്പോൾ ഫഅഫ്സഅഹു ഇൻശിഗാലു الناس بالدنيا. ഓക്കെ, ഫസിഅ എന്ന് പറഞ്ഞാൽ വിഷമിച്ചു എന്നാണ് അർത്ഥം. അഫ്സഅ എന്ന് പറഞ്ഞാലോ വിഷമിപ്പിച്ചു.
ഓക്കെ, അപ്പോൾ ഫഅഫ്സഅഹു, അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഇൻഷിഗാലുന്നാസി, ജനങ്ങൾ ജോലിയാകുന്നത്. ഓക്കെ, ഇൻഷഗല എന്ന് പറഞ്ഞാൽ ജോലിയായി, മുഴുകി എന്നൊക്കെയാണ് അർത്ഥം. ഇൻഷിഗാലുന്നാസി, ജനങ്ങൾ ജോലിയാകുന്നത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ബിദ്ദുന്യ, ദുന്യാവുമായിട്ട്. അപ്പോൾ ജനങ്ങളൊക്കെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. അങ്ങാടിയാണല്ലോ. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അബൂ ഹുറൈറ തങ്ങൾക്ക് വളരെയധികം വിഷമമായെന്നാണ് പറയുന്നത്. ഫഅഫ്സഅഹു, അബൂ ഹുറൈറ തങ്ങളെ വിഷമിപ്പിച്ചു. ഇൻഷിഗാലുന്നാസി ബിദ്ദുന്യ, ജനങ്ങളെല്ലാം ദുനിയാവുമായിട്ട് ശുഗലാകുന്നതും. വസ്തിഗ്റാഖുഹും ഫിൽ ബൈഇ വശ്ശിറാഇ വൽ അഖ്ദി വൽ അതാഇ. ഓക്കെ, ഇസ്തഗ്റഖ എന്നാൽ മുഴുകി എന്നാണ് അർത്ഥം. ഇസ്തിഗ്റാഖുൻ മുഴുകൽ. ഓക്കെ, ബൈഉൻ എന്നാൽ വിൽക്കൽ, ഷിറാഉൻ എന്നാൽ വാങ്ങൽ, അഖ്ദുൻ എന്നാൽ എടുക്കൽ, സ്വീകരിക്കൽ, അതാഉൻ എന്നാൽ നൽകൽ. ഓക്കെ, അപ്പോൾ വസ്തിഗ്റാഖുഹും, ജനങ്ങൾ മുഴുകുന്നതും അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഫിൽ ബൈഇ, വിൽപ്പനയുടെ വിഷയത്തിലും, വശിറാഇ, വാങ്ങുന്ന വിഷയത്തിലും, വൽ അഖ്ദി വൽ അതാഇ, സാധനങ്ങൾ സ്വീകരിക്കുന്ന നൽകുന്ന വിഷയത്തിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് അബൂ ഹുറൈറ തങ്ങൾക്ക് വളരെയധികം വിഷമമായി. കാരണം അബൂ ഹുറൈറ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് ഈ ദുനിയാവല്ല, ദുനിയാവിലുള്ള കാശല്ല, മറിച്ചെന്താണ്? ആഖിറമാണ് എന്നുള്ളത് പോലെ അറിവാണ്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സഹവാസമാണ്, അവിടെ നോക്കിയിരിക്കലാണ് അല്ലേ. എന്നിട്ടും മറ്റുള്ള ജനങ്ങൾ ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വിൽപ്പന വാങ്ങലുകളിലായിട്ട് കച്ചവടങ്ങളിലായിട്ട് മുഴുകിയത് കണ്ടപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫവഖഫ അലൈഹിം, വഖഫ എന്നാൽ നിന്നു, അലൈഹിം അവർക്കരികിൽ, ഫവഖഫ അലൈഹിം അപ്പോൾ അവർക്കരികിലായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു. എന്താണ് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞത്? മാ അഅ്ജസകും യാ അഹ്ലൽ മദീന. ഓക്കെ, അഅ്ജസ യഅ്ജിസു എന്ന് പറഞ്ഞാൽ അശക്തനായി, കഴിവില്ലാത്തവനായി എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അഅ്ജസ എന്ന് പറഞ്ഞാലോ കഴിവില്ലാത്തവനാക്കി, അശക്തനാക്കി എന്നൊക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ മലയാളത്തിൽ എന്ത് ചെയ്യാറുണ്ട്? എന്തെങ്കിലും ഒരു അത്ഭുതപ്പെടുന്ന കാര്യമുണ്ടാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഹാവു, അതെത്രത്തോളം നല്ല ഉഷാറായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ പറയാറുണ്ട് അല്ലേ. എന്നാൽ അറബിയിലുള്ള അത്ഭുതപ്പെടാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളുണ്ട്. അതിൽ വെച്ചിട്ടുള്ള ഒന്നാണ് മാ അഅ്ജസകും എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് മാ അഫ്അലഹു എന്നുള്ള വസ്നാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതായത് നിങ്ങൾ എത്ര അശക്തരാണ്, നിങ്ങൾ എത്ര കഴിവുകെട്ടവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് മാ അഅ്ജസകും എന്നുള്ള ഒരു പദപ്രയോഗം അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അഹ്ലുൽ മദീനത്തി എന്ന് പറഞ്ഞാലോ മദീനക്കാർ, മദീന നിവാസികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മാ അഅ്ജസകും യാ അഹ്ലൽ മദീനത്തി, ഓ മദീനക്കാരെ നിങ്ങൾ എത്രത്തോളം കഴിവുകെട്ടവരാണ് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ കണ്ട ആളുകളോട് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കേട്ടപ്പോൾ എന്തായി? അവിടെയുള്ള ആളുകൾക്ക് കൗതുകമായി. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളെക്കുറിച്ച് പറയുന്നത്? ഞങ്ങൾ കഴിവില്ലാത്തവരാണെന്നാണോ? ഓക്കെ, അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടുത്തെ മദീനയിലുണ്ടായിരുന്ന, ആ പട്ടണത്തിലുണ്ടായിരുന്ന ആളുകൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുകയാണ്. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, വമാ റഅയ്ത മിൻ അജ്സിനാ യാ അബാ ഹുറൈറ, വമാ റഅയ്ത എന്താണ് നീ കണ്ടത്, വമാ എന്താണ് റഅയ്ത നീ കണ്ടത്, മിൻ അജ്സിന ഞങ്ങളുടെ കഴിവുകേടിൽ നിന്നും, അജ്സുൻ കഴിവുകേട്, അജ്സിന ഞങ്ങളുടെ കഴിവുകേടിൽ നിന്നും, യാ അബാ ഹുറൈറ അബൂ ഹുറൈറയെ, അബൂ ഹുറൈറ ഞങ്ങളുടെ കഴിവുകേടിൽ നിന്നും എന്താണ് നീ കണ്ടത്, നീ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് എന്നാണ് ആ ജനങ്ങളെല്ലാവരും അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചത്. ഓക്കെ, ഇനി ഏതായാലും അതിനുള്ള കാരണം അബൂ ഹുറൈറ തങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കിത് പരിചയപ്പെടാം. ഏതായാലും ഈ ദിവസം നമ്മൾ പുതിയ അല്പം വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്ന് വായിച്ചിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് മീറാസുൻ അനന്തര സ്വത്ത്, റൈബുൻ സംശയം, അറഫ അറിഞ്ഞു, തഅരിഫു നിനക്കറിയാം, ലാ യഅരിഫു അറിയുകയില്ല,
തഅല്ലഖ മിന്നിത്തിളങ്ങി പ്രകാശിച്ചു, മുതഅല്ലിഖുൻ പ്രകാശിക്കുന്ന മിന്നിത്തിളങ്ങുന്ന. ഇൻഖതഅ മുറിഞ്ഞു വീണു, ഖദമ സേവനം ചെയ്തു, ഖിദ്മത്തുൻ സേവനം, സേവനം ചെയ്യൽ, സുഹ്ബത്തുൻ സഹവാസം, ഇത്തഖദ ആക്കി തെരഞ്ഞെടുത്തു, മഖാമുൻ താമസസ്ഥലം, മുഅല്ലിമുൻ അധ്യാപകൻ, ഇമാമുൻ നേതാവ് മാതൃക, ഖാലത കൂടിച്ചേർന്നു, ലഹ്മുൻ ഇറച്ചി, ഷബിഅ യഷ്ബഉ വയറു നിറച്ചു മതിയാക്കി, നളറ നോക്കി, നളറുൻ നോക്കൽ, ഹമിദ സ്തുതിച്ചു, യഹ്മദു സ്തുതിക്കും, ഇത്തബഅ പിന്തുടർന്നു, ഇത്തിബാഉൻ പിന്തുടരൽ, ഊലിഅ മുഴുകി, ദൈദനുൻ ജീവിതരീതി, ഗായത്തുൻ അങ്ങേയറ്റം ലക്ഷ്യം, യതമന്ന ആഗ്രഹിക്കുന്നു, ഗൈറുൻ മറ്റുള്ളവർ, ഫസിഅ വിഷമിച്ചു, അഫ്സഅ വിഷമിപ്പിച്ചു, ഇൻശിഗാലുൻ ജോലിയാവൽ, ഇസ്തഗറഖ മുഴുകി, ഇസ്തിഗ്റാഖുൻ മുഴുകൽ, ബൈഉൻ വിൽക്കൽ, ബൈഉൻ വിൽക്കൽ, ഷിറാഉൻ വാങ്ങൽ, അഖ്ദുൻ എടുക്കൽ പിടിക്കൽ സ്വീകരിക്കൽ, അതാഉൻ നൽകൽ, വഖഫ നിന്നു, അജസ കഴിവില്ലാത്തവനായി, മാ അജസക്കും നിങ്ങൾ എത്ര കഴിവ് കെട്ടവരാണ്, അഹ്ലുൽ മദീനത്തി മദീനക്കാർ, അജ്സുൻ കഴിവുകേട്. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ സംഭവത്തിൻ്റെ ബാക്കി അടുത്ത പീരീഡ് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.